കെ മുരളീധരൻ വയനാട്ടിൽ മത്സരിച്ചേക്കും. കുതികാൽ കൊത്തിയ കോൺഗ്രസുകാർക്കുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ കാച്ചിക്കുറുക്കിയ മറുപടി. തൃശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരനെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെക്കുമ്പോൾ നടക്കാൻ പോകുന്ന ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സാധ്യത. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ കെ മുരളീധരനെ തോൽപ്പിക്കുന്നതിനുള്ള ചരടുവലി നടത്തിയതായി കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ലീഡിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചത്. എന്നാൽ റായ്ബറേലിയിൽ 4 ലക്ഷത്തിനടുത്ത് വോട്ടുകളുടെ ലീഡ് ആണ് രാഹുൽ ഗാന്ധി നേടിയത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് രാജിവെക്കുന്നതിനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അങ്ങനെ വന്നാൽ വയനാട്ടിൽ റീ ഇലക്ഷൻ ഉണ്ടാവും. അവിടെ ആരെ മത്സരിപ്പിക്കുമെന്ന ആലോചന നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വയനാട്ടിൽ കോൺഗ്രസ് ബാനറിൽ ആര് മത്സരിച്ചാലും ജയിക്കുമെന്നുള്ളതുകൊണ്ട് ഒരു പുതുമുഖത്തിന് മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. കോൺഗ്രസ് സീറ്റിൽ ആകെ മത്സരിച്ച സ്ത്രീ സാന്നിധ്യമായിരുന്ന രമ്യ ഹരിദാസിന്റെ പരാജയം ഒരു വനിതാ പുതുമുഖത്തെ അവതരിപ്പിച്ചാലോ എന്ന രീതിയിലും കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനായിരിക്കും നറുക്കുവീഴാൻ സാധ്യത. പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയായി വയനാട് സീറ്റിനെ കാണുന്നവരും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. എന്തായാലും വയനാട് വീണ്ടും നാഷണൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല.